ഡീസൽ ചോർച്ചയുണ്ടായ ഏലത്തൂരിലെ HPCL-ൽ മുംബൈയിൽ നിന്നുള്ള ഉന്നത സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. HPCL-ന്റെ 4-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. മേഘ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? ഈ പരിശോധനയിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അന്വേഷണം ഏത് രീതിയിൽ മുൻപോട്ടു പോകുന്നു? ഗുഡ് മോർണിംഗ് പ്രിയ. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് എലത്തൂരിൽ HPCL-ന്റെ സംഭരണ കേന്ദ്രത്തിൽ ഇന്ധന ചോർച്ച ഉണ്ടായത്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് മുംബൈയിൽ നിന്നുള്ള ഉന്നത സംഘം, HPCL-ന്റെ തന്നെ ഉന്നത സംഘം എലത്തൂരിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് സംഘം എത്തിയത്. 4-അംഗ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. സാങ്കേതിക പിഴവാണ് ഇത്തരത്തിൽ ഇന്ധന ചോർച്ച ഉണ്ടാവാൻ കാരണം എന്നതാണ് കണ്ടെത്തൽ. പക്ഷേ അത് എങ്ങനെ ഉണ്ടായി എന്നതാണ് പരിശോധിക്കുന്നത്. റൊട്ടീൻ പരിശോധനയാണ് എന്നതൊക്കെ തന്നെയാണ് HPCL-ന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. സാങ്കേതിക പിഴവ് തന്നെയാണ് ഈ ഇന്ധന ചോർച്ച ഉണ്ടാവാനുണ്ടായ കാരണം എന്നത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആ സാങ്കേതിക പിഴവിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ ഉന്നത സംഘം പരിശോധിക്കുന്നത്. ഈ മാനുഷികമായ അല്ലെങ്കിൽ മറ്റ് ആളുകൾ വരുത്തി വെച്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവല്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷം ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. ഏതായാലും വീഴ്ചയുണ്ടെങ്കിലും സാങ്കേതിക തകരാർ തന്നെയാണ് ഈ ഇന്ധന ചോർച്ചയിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് HPCL അധികൃതരും പറയുന്നത്. അതുകൊണ്ട് നടപടികൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് നേരെ ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ ഇന്ധന ചോർച്ചയിലേക്ക് അല്ലെങ്കിൽ സാങ്കേതിക പിഴവിലേക്ക് നയിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പൂർണ്ണമായും സാങ്കേതിക പിഴവ് മാത്രമാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ ചുമതലയുണ്ടായിരുന്ന ആൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് HPCL-ന്റെ ആളുകളും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഇതിന്റെ പ്രവർത്തനക്ഷമത, അതായത് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് HPCL-ഉം കരുതുന്നത്. അതുകൊണ്ട് വരും സമയങ്ങളിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഏതായാലും പരിശോധന, ഇന്നലെ തുടങ്ങിയ പരിശോധന, 4-അംഗ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് എലത്തൂരിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സാങ്കേതിക പിഴവായി മാത്രം കണക്കാക്കാതെ മറ്റു നടപടികളിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യത ഏതായാലും കാണുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ട്. ഒരു സംഘടിതമായ പ്രതിഷേധമാണ് നാട്ടുകാർ ഇപ്പോൾ സംഘടിപ്പിക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് മാറ്റണം. കാരണം ജനവാസ മേഖലയാണ്. HPCL-ന്റെ സംഭരണ കേന്ദ്രം മാറ്റുന്നതുവരെ പ്രതിഷേധം തുടങ്ങും എന്ന നിലപാടിലാണ് നാട്ടുകാരും ഉള്ളത്. പ്രിയ. ശരി മേഘ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്കൊപ്പം മേഘയെ പ്രേക്ഷകരും തിരക്കുന്നുണ്ട്. അതും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സുകുമാരൻ, ക്രിസ്റ്റൽ, ദേവരാജൻ, അനശ്വര തുടങ്ങിയവരൊക്കെ മേഘയ്ക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അവർ നിരന്തരം സ്ഥിരമായിട്ട് മേഘയെ ചോദിക്കുന്ന കുറച്ച് ആളുകളുമാണ് കേട്ടോ. അവരോടുകൂടി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോകാം. എന്തെങ്കിലും ഒരു വാക്ക്. എല്ലാവരോടും സ്നേഹം പങ്കുവയ്ക്കുകയാണ്. ഇടയ്ക്കിടെ ഓരോ ദിവസം ഇടവിട്ട് ലൈവിൽ വരാറുണ്ട്. അതുകൊണ്ട് കാണാറില്ല എന്ന് പറയുന്നതിനെ ഞാൻ സ്നേഹമായി തന്നെ കണക്കാക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടർന്നും ഈ പിന്തുണയും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. ശരി മേഘ, സന്തോഷം. രാവിലെ മേഘയാണ് കോഴിക്കോട് നിന്ന് HPCL-ന്റെ വാർത്ത നൽകിയത്.